ടീച്ചറാണ്ട കുട്ടി. മാഷിന്റെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവന് ഇഷ്ടപ്പെട്ട മട്ടാണ്. എന്നാ പിന്നെ ചെറുക്കനും പെണ്ണും കൂടി സംസാരിക്കട്ടെ. സംസാരിച്ചോട്ടെ. അതൊക്കെ ആചാരങ്ങൾ. ऋतधामापराजित दुरावह प्रणवात्मिक अधिकस्वरातुतिशारद नमोऽस्तु ते श्यामाम्बरं मुखसागरं तुलसीदलम् अतिसुन्दरम् कनकासुखम् नारीवरं शुभदमाङ्गल्यं तन्तुनानेन मम जीवनहेतुना तन्तुनानेन मम जीवनहेतुना. ഇത് ഇഷ്ടമാവുന്നുണ്ടോ മോഹനം? അപ്പൊ ഇഷ്ടമായോണ്ടാ? എനിക്കൊരു കൂട്ടം പറയാനുണ്ടായിരുന്നു. അമ്മ മരിച്ചതിൽ പിന്നെ ഞങ്ങളെ വളർത്താൻ അച്ഛൻ നന്നേ പാടുപെട്ടു. എനിക്ക് താഴെ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. അച്ഛനാകെ സമ്പാദ്യമായിട്ടുള്ളത് ഈ പഴയ വീട് മാത്രം. ഓർമ്മ വെച്ച കാലം മുതൽ ഈ 4 ചുവരിനുള്ളിൽ എനിക്ക് കിട്ടിയ ഒരു സ്നേഹവും സുരക്ഷിതത്വവും ഉണ്ട്. അതുമാത്രമേ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് തരാൻ ശുദ്ധമായ ഒരു മനസ്സും ശരീരവും മാത്രമേ എനിക്കുള്ളൂ. അതല്ലാതെ നിങ്ങൾ ചോദിക്കുന്ന പൊന്നും പണമൊന്നും തരാൻ എൻ്റെ അച്ഛനാവതില്ല. ഈ വീട് അതോടെ നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ അച്ഛനെയും കൂടെപ്പിറപ്പിനെയും വഴിയാധാരമാക്കിയിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. അങ്ങനെയുള്ള ഒരു സ്വപ്നവും വേണ്ട. ചേട്ടന്റെ പറമ്പിലെ തേങ്ങ വിറ്റുന്ന കാശുണ്ടാക്കിയാൽ മതി. ഈ നാട് വിലക്ക് മേടിക്കാം. പിന്നെ നടന്നാണ് വീട്ടിലേക്ക് പോവാൻ. അതാ സംഭവം. എന്റെ കുട്ടികൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വീട് അവൾക്കുള്ളതാണ്. വേറെ ഒരു സമ്പാദ്യവും ഈ വയസ്സിനില്ല. ഇതിനേക്കാൾ വലിയ സമ്പാദ്യം ഈ വീടിനകത്തുണ്ട്. യേശന്റെ കണ്ണിൽ കാണാൻ പറ്റാത്തൊരു മനസ്സ്, ആ സമ്പാദ്യം മാത്രം മതി എനിക്ക്. ഈ അച്ഛന്റെ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അച്ഛന് സമ്മതമാണെങ്കിൽ. അറിയാതെന്നുള്ളിൽ പൂക്കുന്നേ ഒരു പൂമരമായി കനവിൽ തിരതീയം തുള്ളുന്നേ. നിലവേതോ കരയിൽ തിരയുന്നേ. അവൾ പേരിൻ പിന്നാൽ എൻ പേരും കൂടെ പോകുന്നേ. പല നാളായി തേടിയതെല്ലാം ഒരു നാളിൽ കവരും. അവളൊരു അഴലിന്നാഴം നിറയും പെണ്ണഴക. മനമാകെ നിറയും നിൻ നിലവിൽ ഞാനലിയുന്നേ. പതിവില്ലാതെ പ്രിയരാഗം
അറിയാതെന്നുള്ളിൽ പൂക്കുന്നേ ഒരു പൂമരമായി കനവിൽ തിര തെയ്യം തുള്ളുന്നേ.